ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള നല്ലൊരു ഒഴിച്ച് കറി റെസിപ്പിയായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് മലപ്പുറം സ്റ്റൈലാണ്. മലപ്പുറം ഭാഗത്തൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാക്കി വരുന്ന ഒരു വെണ്ടയ്ക്ക കറി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഞാനിപ്പോൾ ചട്ടിയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതിൽ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് വെണ്ടയ്ക്ക ഒരു 10 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്നുകൊണ്ട് സോട്ട് ചെയ്തെടുക്കാം. ഇത് വെണ്ടയ്ക്കയുടെ ആ ഒരു കൊഴുപ്പ് മാറിക്കിട്ടാനും ഒന്നുകൊണ്ട് കളറ് മാറാനും വേണ്ടിയിട്ടാണ്. വെറും 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഉപ്പോ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കണ്ട. എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ, ഈ ഒരു അരപ്പ് റെഡിയാക്കൽ. അപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങ ചെരുവിയതും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, വലിയ ജീരകം 1/2 ടീസ്പൂൺ കേട്ടോ. ഒന്നും കൂടി പോകണം കേട്ടോ, എല്ലാം കുറേശ്ശെ മതി. ഇനി ചെറിയ ഉള്ളി ഒരു 3-4 എടുത്തോളൂ. ഞാൻ വലിയ ഉള്ളീൻ്റെ ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം, എല്ലാം കൂടി നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. നല്ലോണം പേസ്റ്റ് ആക്കണം, അല്ലെങ്കിൽ ആകെ മൊത്തം ഫ്ലോപ്പ് ആവും. പേസ്റ്റ് ആക്കാൻ വിട്ടുപോകണ്ട. അപ്പം അരപ്പവിടെ മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ നേരത്തെ വെണ്ടയ്ക്ക റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ചട്ടി ഉണ്ടല്ലോ, അതിലോട്ട് തന്നെ എണ്ണ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. നേരെ ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ 2 തക്കാളി വലിയ കഷ്ണങ്ങളാക്കിക്കോളൂ. പിന്നെ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പുളി കൂടി പോകരുത് കേട്ടോ. എല്ലാം പാകത്തിന് വേണം. അപ്പോൾ നിങ്ങളെടുക്കുന്ന പുളി, അതിൻ്റെ തക്കാളിയുടെ പുളി അതൊക്കെ നോക്കിയിട്ട് വേണം പുളി ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു അരപ്പുണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ കേട്ടോ ചേർക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ചൂടാക്കിയെടുക്കുന്നത്. അരപ്പ് ചേർത്തിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പാകമാക്കിയെടുക്കുക. ഭയങ്കര കട്ടിയിൽ ഈ ഒരു കറി റെഡിയാക്കേണ്ട, ഒരു മീഡിയം തിക്നെസ് മതി. അപ്പം ഇത് നമ്മുടെ എല്ലാതും റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു കറി ഉണ്ടല്ലോ നല്ലോണം കുക്കാക്കണം. ആ ഒരു മസാലപ്പൊടിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് പോകണം. എന്നിട്ട് വേണം വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പലരും ഒന്നുകൂടെ ചൂടാക്കിയെടുത്ത ശേഷം നേരെ വെണ്ടയ്ക്ക ചേർക്കും. അപ്പോൾ മസാലയുടെ ആ ഒരു കുത്തുന്ന ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നല്ലോണം തിളയ്ക്കണം. മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും. ഇപ്പോൾ കണ്ടോ, മുകളിൽ ഇങ്ങനെ ഒരു വേറൊരു കളർ വന്നില്ലേ, ആ ഒരു സ്റ്റേജിൽ മാത്രം നമ്മളിതിലോട്ട് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാവൂ. അതുപോലെ തന്നെ അരപ്പ് റെഡി ആയില്ലെങ്കിലും അതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ. അരപ്പ് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട്, കുറഞ്ഞ വെള്ളത്തിൽ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കളറൊക്കെ ഒന്ന് മാറി മസാലയുടെ ടേസ്റ്റൊക്കെ നോക്കുമ്പോൾ ടേസ്റ്റൊക്കെ ബാലൻസ് ആണ്. മസാലയുടെ ഫ്ലേവറൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്ത ശേഷം, വെണ്ടയ്ക്ക ചേർക്കുന്ന സമയത്ത് പച്ച കളറാവും. കുറച്ച് കഴിഞ്ഞാൽ ആ വെണ്ടയ്ക്ക നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ അതിൻ്റെ കളറൊന്ന് മാറും, ഒരു പച്ച കളറൊക്കെ ഒന്ന് പോവും. അപ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് കറി റെഡി ആയിട്ടുണ്ട് എന്നുള്ളത്. ആ കളറ് മാറുന്നവരെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. വെണ്ടയ്ക്കയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വറവിട്ട് കൊടുക്കാനുണ്ട്. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ആദ്യം ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിൽ കുറവ് ഉലുവ മതി. പിന്നെ ചെറിയ ഉള്ളി 2 എണ്ണം, വെളുത്തുള്ളി 2 എണ്ണം, എല്ലാം ചോപ്പ് ചെയ്തത്, ചെറിയ കഷ്ണങ്ങളാക്കിയത്. അതിലോട്ട് തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ കറിക്ക് നല്ലൊരു ഓറഞ്ച് റെഡ് കളർ കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് കറിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെണ്ടക്ക കറി ഇതാ, വെണ്ടക്കയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു വറവും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒഴിച്ച് കറിയായിട്ടോ. നല്ല ടേസ്റ്റാണ്. ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആക്കി എടുത്താൽ മതി. ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇതിന്ന് വെണ്ടക്ക എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. മീൻ കറിയുടെ രുചിയിൽ മീനില്ലാത്ത മീൻ കറി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കറിയാണ്. ഞാൻ മുമ്പ് വഴുതനങ്ങയുടെ കറിയും ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് വേറെ റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് മലപ്പുറം ഭാഗത്ത് കോമൺ ആയിട്ടുണ്ടാക്കുന്ന ഒരു വെണ്ടയ്ക്ക കറിയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, അരപ്പ് റെഡിയാക്കണം. അതുപോലെ തന്നെ മസാല ഓവറാക്കിയിട്ട് എടുക്കരുത് അരയ്ക്കുന്ന സമയത്ത്. പിന്നെ മസാല നന്നായിട്ട് കുക്കാക്കിയിട്ട് മാത്രം വെണ്ടയ്ക്ക വഴറ്റിയെടുത്തത് ചേർത്ത് കൊടുക്കാവൂ. അപ്പം ചോറിൻ്റെ കൂടെ കിട്ടില്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.